ഗൈസ്, ഏതൊരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും പടം പിടിക്കുമ്പോൾ അവൻ ആ പടത്തിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ലെവലിൻ്റെ മുന്നിൽ ഒരു റിവ്യൂവർ ഒന്നും അല്ലെന്ന് തെളിയുകയാണ് കേട്ടോ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു വാക്കും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായിട്ട് പ്രതികരിക്കുന്ന ആളാണ് പല കാര്യങ്ങൾ. ഒരിടയ്ക്ക് അത് നിൽക്കുകയും ചെയ്തു. നിന്നപ്പോൾ സോഷ്യൽ മീഡിയ അയ്യോ എന്താ പലതിലും പ്രതികരിക്കാത്തത്. ഇപ്പം ലക്ഷദ്വീപ് ഇഷ്യൂ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് മനഃപൂർവ്വം നിർത്തിയതാണോ അതോ അതിന് സമയമില്ല, മറ്റു വല്ല ചിന്തകളാണോ? നിർത്താൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. റിവ്യൂസിനെ കുറിച്ചാണ് ഇതുവരെ റിവ്യൂസിനെ കുറിച്ചൊന്നും പറയുന്ന കേട്ടിട്ടില്ല. ചെയ്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റിവ്യൂ ചെയ്തോളൂ. അതിനെ കേട്ടേൽ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് വി ആർ ലിവിംഗ് ഇൻ ഡിജിറ്റൽ ഏജ്. എല്ലാവരുടെ കയ്യിലും ആക്സസ് ടു ഇന്റർനെറ്റ് ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു സിനിമ കണ്ടാൽ അതിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് രീതിയിൽ പറയണം എന്നുള്ള സ്വാതന്ത്ര്യം അവരുടെയാണ്. സോ നമ്മളൊക്കെ അങ്ങനെ കേട്ടേൽ ചെയ്യാനൊന്നും പറ്റില്ല. ഐ ഡോണ്ട് മൈൻഡ്. ഇതാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ്. കാരണം ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം അദ്ദേഹം പിടിക്കുന്ന പടങ്ങൾ ആ റേഞ്ചുള്ളതാണ്. അതിനി ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓടുമെന്നുള്ള കാര്യം. പിന്നെ തോട്ടയിൽ നിന്ന് കടത്തി ഇതൊക്കെ ഇടിച്ചെടുത്ത പുതിയ പൊട്ടി വിളിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഏതെങ്കിലുമൊക്കെ പടമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും. 8 നില പടം പൊട്ടും. റിവ്യൂവേഴ്സ് ഉള്ള കാര്യം പറയുമ്പോഴത്തേക്കും അവരുടെ മണ്ടയ്ക്കരി അവർ പറഞ്ഞാണ് പടം പൊട്ടിച്ചെന്ന് പറയുന്ന തിങ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആടുജീവിതം വേറെ ലെവലായിരിക്കും. മിനിമം ഒരു 500 കോടിയിലും കയറുന്നത് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു സംഭവം. 500 കോടി കയറുന്നതല്ല, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. കാരണം അതുപോലൊക്കെ ഡെഡിക്കേറ്റുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കണ്ടറിയണം. കാരണം എനിക്കറിഞ്ഞുകൂടാ ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിനെ ഈ ഒരു അസോസിയേഷനൊക്കെ ഒറ്റപ്പെടുത്തുമെന്നാണ് എൻ്റെ സംശയം. കാരണം ഉള്ള കാര്യമുള്ള പോലെ പറയുന്നത് ഒരുപാട് ആൾക്കാർക്കൊന്നും ഇഷ്ടമുള്ള പരിപാടിയല്ല. അപ്പോൾ എന്തായാലും ആടുജീവിതം പൊളിക്കട്ടെ ഗൈസ്.